പോകാനുള്ള സമയം കിട്ടില്ല. അല്ല സാറേ, ഈ കൈക്കൂലി കൊടുക്കാൻ പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷെ ആശാരിമാരുടെ ഇപ്പൊ കൂലി എന്താ? അതെ അതെ, എന്തായാലും വേണ്ടില്ല, സംഗതി നടന്നു കിട്ടിയാൽ മതി. ശരി, പിന്നെ കാണാം. അല്ല, ഇതെന്താ ഇവിടെ? പാടില്ലേ? ഈ ഭാഗത്ത് നിരോധനം വല്ലതും ഉണ്ടോ? രാവിലെ തന്നെ ഉടക്കാണല്ലോ. ഇതെന്റെ പ്രോപ്പർട്ടിയാ. ഒരു വീട് വയ്ക്കാൻ പോകുന്നു. 2 നില വേണമെന്ന് ഉദ്ദേശിക്കുന്നത്. സന്തോഷം. അപ്പോ ഇനി ഈ വഴി കൂടി നടക്കാൻ പറ്റാതാവും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. എന്താ പേര്? അറിഞ്ഞിട്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രയോജനത്തിനൊന്നുമല്ല, ഏതായാലും ഇത്ര ആയ സ്ഥിതിക്ക്. എത്രയായ സ്ഥിതിക്ക്? അയ്യോ, കേറി ഉടക്കല്ലേ. കുട്ടി വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാൻ. പാവപ്പെട്ട വെറും ഒരു മര്യാദക്കാരൻ. പരിചയപ്പെട്ട സ്ഥിതിക്ക് പേരറിയാലോ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ അനിത. നല്ല സ്റ്റൈലം പേര്. പോട്ടെ, സമയായി. ഒരു മിനിറ്റ്. അല്ല, എവിടാ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞേ? പറഞ്ഞില്ലല്ലോ. അല്ല, എവിടാ വർക്ക് ചെയ്യുന്നത്? അൽഹുത്തമ സ്കൂളിൽ ടീച്ചറാ. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. അയ്യോ, എന്റെ ചേച്ചിയുടെ 2 പിള്ളേരെ എവിടെ പഠിക്കുന്നത്? ആണോ? ഏത് ക്ലാസ്സിൽ? പിന്നെ 3rd മൂത്തവള് മിനി, 2nd രണ്ടാമത്തെ ദിവ്യ. 2 എന്റെ ക്ലാസ്സാ. പോട്ടെ, നേരം വൈകി. അല്ല, വീട്ടിൽ നിന്ന് വരെ നടന്നാ വന്നേ? ഈ പ്രായത്തിലല്ലാതെ തന്നെ എപ്പോഴാ നടക്കുക? ആരായാലും എനിക്കറിയില്ല. അറിയാത്തവർ തമ്മിൽ സംസാരിച്ചല്ലോ. വഴി ചോദിച്ചതാ. അല്ല, വീട്ടിൽ നിന്ന് നടന്നാണോ വരുന്ന ചോദിക്കുന്ന കേട്ടു. ഒന്നുമില്ല. ഇല്ലാത്തോണ്ടാക്കി ടീച്ചേഴ്സിനോട് പറഞ്ഞു കിണിക്കരുത്. വാ. അമ്മേ, എന്റെ ഷൂ എവിടെ? അമ്മേ, സ്കൂളിൽ ബെല്ലടിക്കാറായി. പണി 8:30 ആയല്ലോ. ഇത്ര നേരത്തെ പോയി പിള്ളേരോട് വഴക്കൂടാനായിരിക്കും. വൈകുന്നേരം ഉടുപ്പയിലൊക്കെ ചെളിയാക്കിക്കൊണ്ടിങ്ങി വാ. നിന്നെ ഞാൻ നല്ല പെടപെടയ്ക്കും. എന്നെയും പേടിക്കും അമ്മേ? ഇല്ല, എന്റെ മോനെ അമ്മയുടെ തങ്ക കുടമല്ലേ. നിന്റെ കളർ പെൻസിൽ എടുത്തു? എടുത്തു. കൊറേ നേരം ആയാലും ഒരുങ്ങാൻ തുടങ്ങിയിട്ട്. എന്തു പറ്റി? ഇതെന്താ ചേച്ചി, വൃത്തിയുള്ള യൂണിഫോം അല്ലേ കുട്ടികൾക്ക്? അതിന് ഇത് മുഷിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇല്ലാന്ന് കാണുന്നവർക്കോട് തോന്നണ്ടേ? നല്ല ഇസ്ത്രീയുള്ള ഉടുപ്പിട്ട് കൊടുത്തേ. ഇതേ ദാരിദ്ര്യവാസിയുടെ വീട്ടിലെ പിള്ളേരെ പോലെ തോന്നില്ലേ? ഇതിന്നലെ ഒറ്റ ദിവസമായിട്ടുള്ളൂ ബാല. ഒറ്റ ദിവസം പോരെ മുഷിയാൻ? അലക്കി തേച്ച ഉടുപ്പിട്ട് നല്ല വൃത്തിയിൽ വേണം കുട്ടികളെ സ്കൂളിലേക്കാൻ. ഇത് എത്ര പേര് കാണുന്ന? പോന്ന് നോക്കിയാൽ ഞാൻ തന്നെ ഇവരെ സ്കൂളിലാക്കിയേക്കാം. അപ്പൊ ചേട്ടൻ ലേറ്റ് ആവില്ലേ? ലേറ്റ് ആയിക്കോട്ടെ, അതിനേക്കാൾ വലിയ കാര്യമാണ് കുട്ടികളെ സ്കൂളിലാക്കുക. തന്നെയുമല്ല, ഇവരെ ഒറ്റ സ്കൂളിൽ അയക്കരുത്. പേപ്പറിലെ കാണുന്നില്ലേ കുട്ടികളെ സന്യാസിമാരെ പിടിച്ചോണ്ട് പോയി? ശരിയാ ശരിയാ. അതിപ്പോ ഇന്നാണോ ചേട്ടൻ വായിക്കുന്നത്? അവൻ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്നത് നിനക്കെന്താ? സ്നേഹമുള്ളവർ അങ്ങനെയാ. അവളൊരു വലിയ വായച്ചില കാര്യം. കുട്ടികളെ ഉടുപ്പ് മാറ്റിത്തരാം. ആകപ്പാടൊരു മാറ്റം ഉണ്ടല്ലോ. നീ പോയി വെള്ളം. വേഗം നടക്കണം, എനിക്ക് ഓഫീസിൽ പോകാൻ വൈകി. അധിക പ്രശ്നം പറഞ്ഞ ഒറ്റ വീക്ക് വെച്ച് തരും കേട്ടോ. പറഞ്ഞേ. India is my country. India is my country. All Indians are my brothers and sisters. I love my country. And I'm proud of its rich and varied heritage. I shall always try to be worthy of it. I shall give my parents, teachers, and all elders respect, and treat everyone with courtesy. My country, and my people,
ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടീസ്. എനിക്കറിയാലോ. ആ ക്ലാസ്സിൽ പൊയ്ക്കോ. വികൃതി വല്ലതും കാണിച്ചാ ടീച്ചർ തല്ലും. ആ പൊയ്ക്കോ. അതെ, ഈ കുട്ടികളെ തല്ലാറുണ്ടോ? ആവശ്യം വരാറില്ല. അയ്യോ, തല്ലണം. ചെറിയ കുട്ടികളെ നല്ലോണം തല്ലണം. മൂത്തവള് മഹാവികൃതിയാണ്. ഞാൻ പരിപൂർണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഇഷ്ടം പോലെ തല്ലിക്കും. വെറുതെ തല്ലാൻ ഇത് പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ. അല്ല, അനുസരണൊക്കെ എന്ന് തല്ല് തല്ലാനല്ല വരുന്നത്. ഒരു അടിത്തറ ഇല്ലെങ്കിൽ പഠിത്തം ശരിയാവില്ല. ചിലപ്പോ രാത്രി 12 മണിവരെയൊക്കെ ഇരുന്ന് ഞാൻ തന്നെ ഇവരെ ഇംഗ്ലീഷും കണക്ക് പഠിപ്പിക്കാറുണ്ട്. ആ 2 വിഷയത്തിലാണ് കുട്ടികൾ മോശം. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ ക്ലാസ്സിൽ പോട്ടെ. അതെ, പിന്നെ ഞാൻ ഈ വാൾ പേപ്പറിന്റെ ക്യാൻവാസിങ് നിർത്തി. ഇപ്പൊ ഓഫീസില് കുട്ടികൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഉടനെ എന്നെ ഫോണിൽ വിളിച്ചറിയിക്കണം. ഇതാ എന്റെ ഫോൺ നമ്പറും അഡ്രസ്സും. അതായത് കുട്ടികളിപ്പോ വികൃതി കാണിച്ചാൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുമായിട്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ എന്തെന്നാലും എന്നെ വിളിച്ചറിയിക്കണം. മടി വിചാരിക്കരുത്. എന്റെ സിസ്റ്ററിന്റെ കുട്ടികളാണ്. അപ്പൊ ഒരു അമ്മാവൻ എന്ന നിലയിൽ അവരുടെ ഭാവി ഞാൻ പറഞ്ഞേ. അനിതേ, വഴി ഇതുവരെ പറഞ്ഞു കൊടുത്തില്ലേ? ഇന്നലെ നിന്നോട് വഴി ചോദിച്ച പാർട്ടിയല്ലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഇതേ. ഹലോ, എനിക്കാണോ? വെൽക്കം പ്രൊഡക്ട്സ് ഹിയർ. മേ ഐ നോ ഹൂ സ്പീക്കിംഗ്? ഒന്ന് ചുമ്മാ ഇരിക്കണോ? സോറി, ഇവിടെ പറഞ്ഞതാ. ഉടനെ അയക്കാം. ഓക്കെ. ഒരു കോള് വരെ. എന്ത്? അതെ, ടി പി ബാലഗോപാലിനെ വേണമെന്ന് എന്നെ വിളിച്ചാൽ മതി. ഹലോ, ബാലഗോപാലോ? കൊടുക്കാം. സോറി. യെസ്, ടി പി ബാലഗോപാലൻ ഹിയർ. എടാ, നിനക്ക് വല്ല ഉത്തരവാദിത്വ ബോധമുണ്ടാടാ? നീയായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലേ ദേവിയെ കാണാൻ ഒരു പാർട്ടി വരുന്നുണ്ടെന്ന്. അവർ ഇന്ന് വൈകുന്നേരം വീട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് സാറിന്ന് വൈകുന്നേരം അങ്ങ് വായി നോക്കാതെ വീട്ടിലെത്തണം. വൈകിട്ട് കേട്ടോ? ഇല്ല. ഓക്കെ. ഇത് നടന്ന പറശ്ശിനി മടപ്പുരയ്ക്കല് തിരുവപ്പനെയൊക്കെ എത്തി ആടിച്ചോളാമേ ഭഗവാനെ രക്ഷിക്കാം. അതൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അല്ല, ഒന്ന് അവിടെ നിന്നാ തിരക്കിടില്ലായിരുന്നു. ചായ കൂടിയല്ല, പെണ്ണ് കാണലാണ് ഉദ്ദേശം. അത് മനസ്സിലായി കാണുമല്ലോ. ചായ കുടിക്കാം. അല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഊമയാണോ, വിക്കുണ്ടോ, മുടന്തിയാണോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ? എന്താ കുട്ടിയുടെ പേര്? പേരറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, വിക്കുണ്ടോ എന്ന് പരിശോധിക്കാനാ. ഇതുവരെ വിക്കൊന്നുമില്ല. എന്ന് വെച്ചാൽ ഭാവിയിൽ വിക്കുണ്ടായി കൂടന്നില്ല എന്ന അർത്ഥം. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ക്ഷമിക്കണം, ഞാൻ സ്കൂളില് കുട്ടികളെ കൊണ്ടുവരാൻ പോയി. കുറച്ച് വൈകിപ്പോയി. കുറെ നേരം വന്നിട്ട്. ഇല്ല. ഇതാണ് ഗൃഹനാഥൻ. നമസ്തേ. ഇതാ, പെൺകുട്ടിയെ കണ്ടു. ഒരു ഇടനിലക്കാരെന്നുള്ള നിലയിൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ല, നിങ്ങൾ സംസാരിക്കൂ, ഞാൻ മാറിയിക്കാം. വേറെ നല്ല സാഹചര്യമൊന്നും ഇല്ലായിരുന്നു എടുത്തു കൊടുക്കാൻ. ചേച്ചി ഒന്ന് നോക്കണ്ടേ? ഞാൻ പറഞ്ഞ അവള് കേൾക്കത്തില്ല. പയ്യൻ മുനിസിപ്പൽ ഓഫീസിൽ ഒരു ഗുമസ്തനാ. ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. ദേവിയെ ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ അത് പിന്നെ പറയണോ? സാറിന്റെ എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിൽ എന്താ ഉള്ളത് നാരായണൻകുട്ടിക്ക് അറിയില്ലേ? വിലപേശലിന് ശേഷമുള്ള കണക്കനുസരിച്ച് 10 പവന്റെ ആഭരണം, 10,000 രൂപ. ഇനി വേണ്ടി വേണ്ട. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാടാ. അല്ല, ഇതൊരു വലിയ ഡിമാൻഡാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലേ എന്റെ സ്ഥലം ഞാനങ്ങ് വയ്ക്കാം. യോഗം ഉണ്ടെങ്കിൽ സ്ഥലമൊക്കെ നമുക്ക് പിന്നീട് വാങ്ങാം.
പൊതുവെ പെൺകുട്ടികൾക്ക് അവരുടെ കല്യാണ കാര്യത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലെന്ന് എനിക്കറിയാം. അനുവദിച്ചാൽ ഞാൻ പറയാം. പറഞ്ഞോ. ധൈര്യമായി പറഞ്ഞോളൂ. പറഞ്ഞോട്ടെ. പറഞ്ഞേ. എനിക്ക് അയാളെ പിടിച്ചില്ല. ഏ? ഇനി കളക്ടർ വരണമായിരിക്കും. പിന്നീട് വഷളാവുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. ഇനി നമ്മൾ ആലോചിച്ച് തല പുണ്ണാക്കണ്ടല്ലോ. ഞാൻ അവരോട് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞോളാം. എന്താ അതിന്റെ ഭാവം? നീ വലിയ ലോ സുന്ദരിയാണെന്നുള്ള വിചാരം? പിടിച്ചില്ല അത്രേ. ആ ചെറുക്കന് നീയുടെ കുഴപ്പം എന്താടി? ആ 8 സെന്റ് സ്വന്തമാക്കിയതിന്റെ പുറകിൽ ബാലേട്ടിന്റെ എത്ര കാലത്ത് അധ്വാനം ഉണ്ടെന്ന് എനിക്കറിയാം. What is the spelling of price? Nisha? Prize. Good. What is the spelling of glad? Naveen? GLAD. Okay. Now, give your spell sorry. COR. What? OR. COR. രാത്രി വീട്ടിൽ നിന്ന് എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ? എഴുതി. എന്നിട്ട് എന്താ തെറ്റുന്നത്? അങ്കിള് രാത്രിയിൽ പഠിപ്പിച്ചു തരാറില്ലേ? ഇല്ല. കളവ് പറയരുത്. ഞങ്ങൾ ഉറങ്ങി കഴിയുമ്പോഴേ അങ്കിള് വരിക. ഓഹോ, അത് ശരി. ടീച്ചറിന് ഒരു ഫോണുണ്ട്. എനിക്കോ? അതെ, ഏതോ ഒരു ബാലഗോപാലൻ. ആ, ആരും ശബ്ദം ഉണ്ടാക്കരുത്. ഹലോ. ഹലോ, ഞാനാണ് TP ബാലഗോപാലൻ. എന്താ എന്നെ വിളിക്കായിരുന്നത്? അത് ഒന്നുമില്ല. പിന്നെ കുട്ടികളെ രാത്രി മുഴുവൻ പഠിപ്പിക്കുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? കുട്ടികൾ പറഞ്ഞോ? മഹാവീറുകളാ, നന്നായിട്ട് നുണ പറയും. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എപ്പോ കാണാം? എന്ത് കാര്യം? അത് നേരിട്ട് പറയാനുള്ള. ഞാൻ ശല്യപ്പെടുത്താണെന്ന് വിചാരിക്കരുത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാനവിടെ എന്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അവിടെ കാത്തിരിക്കാം. അത് ഞാൻ ചിലപ്പോ നേരത്തെ പോയെന്ന് വരും. ഞാൻ നേരത്തെ കാത്തിരിക്കാം.